തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയിയുടെ ഭരണം പൊടിപാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് മറ്റെല്ലാ മുഖ്യമന്ത്രിമാരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അത് സംശയമില്ലാത്തൊരു കാര്യം. അത് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് വെറുതെ പറയുന്നതല്ല. കാരണം അദ്ദേഹം പല കാര്യത്തിലും, അഴിമതിയുടെ കാര്യത്തിലാണെങ്കിൽ അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ വിജയ് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. അഴിമതി കാണിക്കുന്നവർ വെച്ച് ഉറപ്പിക്കത്തില്ല എന്ന് വിജയ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ കാണാനുണ്ട്, ചെന്നൈയിലൊക്കെ അത് കാണാനുണ്ടെന്നുള്ളതാണ് ചെന്നൈയിലൊക്കെ പോയി വരുന്നവരൊക്കെ പറയുന്നത്. മറ്റേതൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് തന്നെ ഒരാൾ, എനിക്കറിയാവുന്ന ഒരാൾ ഇവിടെ വന്ന് പരാതി പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോപ്പർട്ടി, ഒരു കമ്പനി ഒരു പ്രോപ്പർട്ടി വാങ്ങി ഏതാണ്ട് ഒരു 15 കോടി രൂപയോളം ചിലവാക്കി വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ ഇത് പോക്കുരു ചെയ്യണം. പോക്കുരു എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ. ഇത് അതിനുവേണ്ടി അവിടെ താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങി, വില്ലേജ് ഓഫീസ് മുതൽ താലൂക്ക് ഓഫീസിൽ എല്ലാം കയറി ഇറങ്ങി. തഹസീൽദാരാണ് ഇത് അതിൻ്റെ ഓർഡർ കൊടുത്ത് വില്ലേജ് ഓഫീസറാണ് മ്യൂട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, പോക്കുരു ചെയ്ത് കൊടുക്കേണ്ടത്, കരം കൊടുക്കാൻ. ഇത് യുവന്മാർ ചെയ്ത് കൊടുക്കുകയില്ല. അപ്പോൾ അവസാനം പറഞ്ഞു, അത് പോയി കളക്ടറെ പോയി കാണാൻ പോയി. റവന്യൂവിൻ്റെ ആണല്ലോ. കളക്ടറെ കാണാൻ പോയപ്പോൾ അത് കളക്ടറൊന്നും പറഞ്ഞാലൊന്നും യാതൊരു രക്ഷയില്ല. അത് നോക്കാൻ കാണാം എന്നൊക്കെ പറഞ്ഞു. ഒരു 5-6 മാസം എടുത്തു. അവർക്കിത് എത്രയും പെട്ടെന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇത് നടക്കാതെ വന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ, പിന്നെ നേരെ പോയിട്ട് ഈ മന്ത്രി കണ്ടേക്കാം. ഏത് മന്ത്രിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ അവർ അന്നത്തെ, ഇപ്പോഴത്തെ അല്ല, വിജയല്ല, അതുപോലുള്ള ആളുകളെയല്ല ഒക്കെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ആ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പണം കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി കാശടച്ചിട്ട് വരാൻ പറഞ്ഞു. കാശടയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയോ, 3 കോടി രൂപ അതിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഒരു പോക്കുവരവ് ചെയ്യുന്നതിന് 3 കോടി രൂപ കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതായിരുന്നു അവിടുത്തെ അഴിമതിയുടെ ആ ഗ്രേഡ് ലെവൽ. ഇപ്പോൾ അത് വളരെ കുത്തനെ അത് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആളുകൾക്ക് ഭയമുണ്ട്. ഇത് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും കൈക്കൂലി വാങ്ങിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ കാണത്തില്ല. അത് അറിയാം. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാം, നമുക്കിപ്പം ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെടുത്ത് ഈ തെറ്റ് ചെയ്യരുത് എന്ന് ആളുകളെടുത്തൊന്ന് പറയണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് ധാർമ്മികമായിട്ട് അതിന് നമുക്കൊരു മോറലായിട്ടുള്ള ഒരു ബലം, ഒരു പിൻബലം നമുക്ക് കിട്ടത്തില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്താ, അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് ബാക്കി എല്ലാവരുടെ അടുത്ത് ആരുടെ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ക്യാമ്പയിന് ഇവിടെ അങ്ങനെ പോകുന്നുണ്ട് ആളുകൾ. അത് ഒരു ക്യാമ്പയിന് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ പറ്റുമോ? അയാൾക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശം അയാൾക്കില്ല. ആ മോറൽ അതോറിറ്റി അയാളുടെ മനസ്സിലില്ലാത്തടത്തോളം കാലം അയാൾക്ക് പറയാനാകത്തില്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയോ, മുഖ്യമന്ത്രി വിജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഴിമതിക്ക് അതീതനാണ്. അദ്ദേഹം പണം വാങ്ങിക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അതാ കാര്യം, ആവശ്യമില്ല. കാരണം ഒരു സിനിമയ്ക്കൊക്കെ 250 കോടി രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. ഇഷ്ടംപോലെ സ്വത്തുണ്ട് സ്വന്തമായിട്ട്. ഇതുപോലെ ഇനി ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടി കൈയിട്ട് വാരേണ്ട കാര്യം അയക്കില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് അദ്ദേഹത്തിന് അതിന് ആവശ്യമില്ല. മാത്രമല്ല, അദ്ദേഹം ഇതിലേക്ക് വന്നത് തന്നെ യഥാർത്ഥത്തിൽ നല്ല ഉദ്ദേശത്തിലാണ്. വിജയ്ക്ക് ഈ മുഖ്യമന്ത്രിയായിരിക്കുന്നതിലും പ്രശസ്തിയുണ്ട് അഭിനയിക്കുമ്പോൾ. ആ പ്രശസ്തിയുടെ കൊടുമുടി നിൽക്കുമ്പോഴാണ് വിജയ്, അതിൻ്റെ ക്ലൈമാക്സ് നിൽക്കുമ്പോഴാണ് വിജയ് അതിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അത് അദ്ദേഹം അഭിനയിക്കുന്നില്ലല്ലോ. നഷ്ടം ആർക്കാണ്? അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ നിലയിൽ നിന്നുള്ള ശമ്പളം അല്ല കിട്ടുള്ളൂ, അല്ലാതെ വേറെ എന്താ ഉള്ളത്? പിന്നെ വേറെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾ വേണം ഭരിക്കാൻ. കാരണം എന്താ, അവർക്ക് അഴിമതി നടത്തേണ്ട കാര്യമില്ല. അതാണ്, അവർ അഴിമതി നടത്തത്തുമില്ല. അഴിമതിക്കെതിരെ അഴിമതിയെ തുടച്ചു നിൽക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് TVK വന്നത്. അത് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഉൾക്കൊണ്ടെന്നുള്ളതാണ്. അതായത് ഒരു പാർട്ടി രൂപീകരിക്കുക, ആദ്യ പ്രാവശ്യം തന്നെ അത് അധികാരത്തിലെത്തുക, മന്ത്രിസഭ രൂപീകരിക്കുക, മുഖ്യമന്ത്രിയാകുക. അങ്ങനൊരു കാര്യമാണ് വിജയ് സംബന്ധിച്ചിടത്തോളം റെക്കോർഡാണ് സൃഷ്ടിച്ചേക്കുന്നത്. വലിയൊരു കാര്യം തന്നെയാണ് അത്. വളരെ ആയുസ് കുറവേ ഉള്ളായിരുന്നു ആ പാർട്ടിക്ക്. ഇനിയിപ്പോൾ ആ പാർട്ടിയിലേക്ക് ധാരാളം ആളുകൾ വന്നു കഴിഞ്ഞു.
AIADMK എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം അവിടെ ഇല്ലാതായി. ഒരുപാട് പേര് പൊഴിഞ്ഞാണ് ഇതിലേക്ക് വന്നേക്കുന്നത്. വന്ന് TVKയുടെ കൂടാണ് ഇപ്പോൾ. ആ രീതിയിലുണ്ട്. പക്ഷെ അവരെയൊക്കെ കൊണ്ടു നടക്കണമെങ്കിൽ വിജയ്ക്ക് പ്രശ്നമാണ്. കാരണം അഴിമതി കൂത്തരങ്ങായിരുന്ന ഭാഗങ്ങളായിരുന്നു അതെല്ലാം മാറ്റിയെടുത്ത് അവരെ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ വിജയ് അത് സ്തുത്യർഹമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ഈ റീൽസ് കാണിച്ചുള്ള റീൽസ് വഴിയുള്ള സ്റ്റണ്ട് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞ ഇത് വിജയ് അധികാരമേറ്റതിന് ശേഷമുള്ള രണ്ടാമത്തെ മന്ത്രിസഭാ യോഗമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു അത് റീൽസ് സ്റ്റണ്ട് ഇനി വേണ്ട. അതുപോലെ തന്നെ മൈലേജിന് വേണ്ടി കുട്ടികളെ പീഡിപ്പിക്കുന്ന പരിപാടി, കുട്ടികളെ ഉപയോഗിക്കുന്ന പരിപാടി അങ്ങ് നിർത്തണം. അവരാരും ചെയ്യണ്ട. അത് പറയാൻ കാരണം ഉണ്ടായത് എന്താണെന്നറിയോ? അവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീമതി S. കീർത്തന ചെയ്ത ഒരു കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ പോയി. ഒരു സ്കൂളിലോട്ട് ചെന്നതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് സ്കൂളിൽ പോയിട്ട് അവിടുത്തെ പെൺകുട്ടികളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. വിദ്യാഭ്യാസം അത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. അപ്പോൾ ആ പെൺകുട്ടിയൊക്കെ അടുത്ത് കുറേ ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു. അച്ഛൻ്റെ ജോലി എന്താണ്, അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റും. അച്ഛൻ്റെ ജോലി എന്താണ്, പ്രായം എന്താണ്, ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളുമൊക്കെ വരുമാനം എന്താണ്, ഇതൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടികൾക്ക് നന്നായിട്ടത് ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്ന് പറഞ്ഞേക്കാണ്. തമിഴ് പറഞ്ഞാൽ പൊക്കത്തില്ല. തമിഴ് ചോദിച്ചാൽ അവർ പറയും. ഇംഗ്ലീഷിൽ പറയണമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പറയാൻ പറ്റിയില്ല. അതിനാ കുട്ടികളെ ആക്ഷേപിച്ചത് കൂടാതെ അവിടുത്തെ അധ്യാപകരെ ഒക്കെ ശരിക്ക് അങ്ങ് നിർത്തിപ്പൊരിച്ചു. അധ്യാപകരുടെ അടുത്തൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ എന്തിനാണ് വന്നേക്കുന്നത്, അവർ ഒരുപാട് ആക്ഷേപിച്ചു. അധ്യാപകരെ അവർ പഠിപ്പിക്കുന്നത് ശരിയല്ല, വിദ്യാഭ്യാസം കൊടുക്കുന്ന നല്ല രീതിയിലല്ല, ഇതെല്ലാം അങ്ങ് പറഞ്ഞിട്ട് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ഷൂട്ട് ചെയ്തതിൻ്റെ റീൽസ് എടുത്തതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് ഒഴുക്കി വിട്ടു. ഇത് വിജയ് അറിഞ്ഞു, മുഖ്യമന്ത്രി അറിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആളിനെ കയ്യോടെ പൊക്കിയിട്ട് പറഞ്ഞു, ഇതുപോലുള്ള പണികൾ മേലെ കാണിക്കരുത്. ഈ പരസ്യത്തിന് വേണ്ടിയുള്ള റീൽസ് ഉണ്ടല്ലോ, ആ ഇടപാട് വേണ്ട. നമ്മുടെ മന്ത്രിസഭയിൽ അത് ആവശ്യമില്ല, ഇവിടുത്തെ ഭരണത്തിന് അത് ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞുങ്ങളെ ഇതുപോലെ ഇതിനുപയോഗപ്പെടുത്തരുത്. അതായത് മൈലേജ് ഉണ്ടാക്കാനായിട്ട് ഈ കുട്ടികളെ ഉപയോഗിച്ചുള്ള പരിപാടികൾ ആവശ്യമില്ല, അത് വേണ്ട, ശരിയല്ല. വളരെ നല്ല നിർദ്ദേശമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, വളരെ നല്ല നിർദ്ദേശമാണ് കൊടുത്തത്. അപ്പോൾ ഇത് മാത്രമല്ല, അഴിമതി കാണിച്ചാൽ നിങ്ങൾ സ്ഥാനം തെറിക്കും എന്നും കൂടെ നന്നായിട്ട് പറഞ്ഞു. അഴിമതി ഏത് മന്ത്രി കാണിച്ചതായാലും വിവരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് കാണത്തില്ല എന്നുള്ളത് പറഞ്ഞു. അവിടെ ഈ അധികാരമില്ലാതിരിക്കാൻ ഇവർക്കാർക്കും ഒക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇത് വിജയ് പറഞ്ഞാൽ ആ പറഞ്ഞതാണ് എന്നുള്ളത് ഇവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇനി ഒന്ന് ഒതുങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം ഭരണം. കണ്ടുപഠിക്കണം വിജയെ.